ഫോറൻസിക് സംഘം ഇപ്പോഴും ആ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ് ഉന്മേഷ. പരിശോധിച്ച് അവർ ശേഖരിക്കുന്ന ഓരോ വസ്തുക്കളും അത് ഇവിടെ കൂട്ടമായി കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് അത് ഓരോ കുപ്പികളിലേക്ക് ആക്കുന്നതും പിന്നീട് അത് കോടതിയിലേക്ക്, അതായത് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കുപ്പിയിലാക്കുകയും അത് കൃത്യമായി സീൽ ചെയ്യുകയും ചെയ്യുന്ന നടപടികൾ, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് അവിടെ നിന്നും നമുക്ക് ആ ഒരു പ്രദേശത്ത് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ തൊട്ടടുത്ത് ഒരു ടേബിൾ ഇട്ട് എല്ലാ ഉദ്യോഗസ്ഥരും കൂടിയിരുന്ന് അതിൻ്റെ പേപ്പറുകൾ ശരിയാക്കി അതിൻ്റെ രേഖകൾ തയ്യാറാക്കി അതിനുശേഷമാണ് അത് ഓരോ കുപ്പികളിലാക്കി അത് വേർതിരിക്കുകയാണ്. ഓരോന്നും വേണ്ടത് ഏതൊക്കെയാണ്, അതിൻ്റെ എവിഡൻസുകൾ ഏതൊക്കെയാണ്, തെളിവുകളൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റിയിട്ട് അത് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും അത് കോടതിയിലേക്ക് കൊടുക്കും. കോടതി മുഖാന്തരമായിരിക്കും ഈ ഫോറൻസിക് പരിശോധനയ്ക്കായി നൽകുകയും ചെയ്യുക. ഫോറൻസിക്കിൻ്റെ പരിശോധനയാണ് ഇന്നിപ്പോൾ പ്രധാനമായും അവിടെ ഈ സമയത്ത് നടക്കുന്നത്. കാരണം DNA പരിശോധനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ആ അപകടം നടന്നിട്ടുള്ള സ്ഥലത്തുണ്ടോ എന്നുള്ളതിൻ്റെ പരിശോധന ഏകദേശം ഉച്ചയോടെ അവസാനിപ്പിച്ചിരുന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈദ്യുതി വകുപ്പിൻ്റെ ഒരു പരിശോധനാ റിപ്പോർട്ട് കൂടിയാണ്. കാരണം എന്താണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടും അതായിരിക്കും ഇനി ഉണ്ടാവുക. അതിൽ തന്നെ അളവിൽ കൂടുതലായിട്ടുള്ള ഈ വെടിക്കെട്ട് കോപ്പുകൾ അവിടെ സംഭരിച്ചിരുന്നോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി വേണം. അതൊക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെളിവുകൾ ശേഖരിക്കുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. മജിസ്ട്രേറ്റിൽ അന്വേഷണം നടക്കുന്നു, ഒപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഫോറൻസിക്കിൻ്റെ ഇന്നത്തെ പരിശോധന പൂർത്തിയാക്കും. പിന്നീട് ആവശ്യമാണെങ്കിൽ നാളെ കൂടി ഈ തിരച്ചിലുണ്ടാകും. ഈ ഒരു പാടശേഖരം പൂർണ്ണമായിട്ടുമുള്ള പോലീസിൻ്റെ പരിശോധനയും നാളെ ഇതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം ഈ കടാവർ ഡോഗുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തും. അതിനുശേഷമായിരിക്കും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോഴും തൃശ്ശൂരിലുണ്ട്. കൂടിയാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോഴത്തെ ഇതിൽ അവിടെ ഒരു താൽക്കാലിക വൈദ്യുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമാണ്. ചൂടായിരിക്കില്ല കാരണം എന്നുള്ളതും പെസയെ പോലുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ അന്വേഷണം കൂടുതലായി നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോറൻസിക്കിൻ്റെയൊക്കെ പരിശോധനാ ഫലം കൂടി വളരെ നിർണായകമാവുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്.